ഈ വീഡിയോയിൽ ഞാൻ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പല ഡോക്ടേഴ്സിനും യൂട്യൂബിൽ വരുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിലൊരു ചിന്താഗതിയിൽ കൂടെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാൻ അത് ഒരു ചെറിയ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ എനിക്ക് എൻ്റെ ബോഡിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പലർക്കും പല രീതിയിലുള്ള ബോഡിയാണ്. അവരുടെ അകത്തുള്ള റിയാക്ഷനും അവരുടെ ഡൈജക്ഷനും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ വ്യക്തിക്കും. അപ്പം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അത് ചിലർക്ക് ചിലപ്പം അത് ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, ചിലർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മുടെ രീതി സെയിം ആണെങ്കിൽ എൻ്റെ ബോഡിയുടെ രീതി ആയിരിക്കും മറ്റുള്ളവർക്ക്. അപ്പോൾ അതിനകത്ത് നടക്കുന്ന ഫങ്ഷൻസൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് ഡോക്ടേഴ്സ് ചോദിച്ചറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് ആഹാരമാണ് നിങ്ങൾക്ക് കൂടുതൽ കഴിക്കുമ്പം ബെറ്ററായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഏത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എനർജി തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ നല്ലൊരു പോസിറ്റീവ്നെസ്, അല്ലെങ്കിൽ നല്ലൊരു വർക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ എന്ത് കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഡെയിലി 3 നേരം ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഏത് ഫുഡാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് പ്രയോജനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷുഗറിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഷുഗർ, കഴിക്കുന്ന ആഹാരത്തിലുള്ള ഷുഗർ കണ്ടൻറ്റ്, അതാണ് കൂടുതലും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ സ്റ്റിക്കി ഐറ്റമാണ് ഷുഗർ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഒരു സ്പൂൺ ഷുഗർ എടുത്ത് കുറച്ച് വെള്ളം ചേർക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കണം. എന്നിട്ട് കൈ തൊട്ട് നോക്കണം, ഒട്ടിയിരിക്കും. നല്ല പശയാണ് ഷുഗറിന്. അതുപോലെ വേറൊരു ഐറ്റം, നമ്മൾ തേയില കുടിക്കുന്നതിൻ്റെ അതിൻ്റെ പശയില്ലെങ്കിൽ അതിനൊരു ലെയറിൽ പറ്റിപ്പിടിക്കാനുള്ള ഒരു സംഭവമുണ്ട്. ഷുഗറല്ല, തേയിലയുടെ ഒരു കറയെന്ന് പറയും. അപ്പോൾ ഈ കറയുള്ള ഐറ്റംസ് ഷുഗറും ആണ് കിഡ്നിയെ കൂടുതലും ഡാമേജ് ആക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചിലർ പണ്ട് പറയുന്നുണ്ട് ഈ തേയില വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മെലിവെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ തേയിലയുടെ കറ പോയി കിഡ്നിയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹോള് മുഴുവൻ അതങ്ങ് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തു നിന്നുള്ള ഈ കിഡ്നിക്ക് അബ്സോർബ് ചെയ്യേണ്ട കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ അരിച്ച് ലിക്വിഡായിട്ട് അകത്തോട്ട് പോകുന്ന സാധനത്തെ വലിച്ചെടുക്കുന്ന സംഭവങ്ങൾ, അത് അവിടെ നടക്കാതെ വരും. എന്നിട്ട് അത് ഡിസ്ചാർജ് ചെയ്യാനും പറ്റത്തില്ല, വേസ്റ്റ് കളയാനും പറ്റത്തില്ല കിഡ്നിക്ക്. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് ഈ തേയിലയും പഞ്ചസാരയും കയറി ബ്ലോക്കാക്കി. ഉള്ളി വെള്ളത്തിന് പോകാനുള്ള സുഷിരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. വെള്ളം മാത്രമേ അത് അരിച്ച് കളയുന്ന രീതിയിലായിരിക്കും. കുറച്ച് ഫുഡിൻ്റെ കളറും കൂടെ വരും, അത് മാത്രമേ ഉള്ളൂ. വേറെ രീതിയിലുള്ള ഒരു ലീക്കേജും അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ലീക്കേജ് വരാത്ത സാധനം അവിടെ നിന്ന് എന്ത് പറ്റും? ലീക്കേജ് മൂത്രത്തിൽ കൂടെ പോകേണ്ട ഒരു സംഭവമാണ്. അത് മൂത്രത്തിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ അംശമാണത്. ഫുഡ് പാർട്ടിക്കിൾസ്, ഫുഡ് ഡ്രിങ്ക്സ് ആയാലും അതിൻ്റെ പൗഡർ ടൈപ്പ് സംഭവം മൂത്രത്തിൽ കൂടെ പോകണം. കുറച്ച് വേസ്റ്റേജാണ്. അത് പോയില്ലെങ്കിൽ കിഡ്നിക്കകത്ത് ഇരുന്നിട്ട് അത് ഈ കൊളസ്ട്രോൾ കഫം പോലെ രൂപാന്തരപ്പെട്ട് അകത്ത് കഫം പോലെ സെറ്റായിട്ട് അതിൽ നിന്ന് പുഴു ഉണ്ടാവും. പുഴു നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള പുഴു അല്ല, വളരെ ചെറുത്. സൂചി കണ്ടിട്ടില്ലേ? സൂചിയുടെ ഡോട്ടില്ലേ? നമ്മൾ പുസ്തകത്തിന് ഡസ്റ്റ് കണ്ടില്ലേ? ഡസ്റ്റ് പൊടിച്ചുള്ള അതേപോലുള്ള നമുക്ക് കാണാൻ പറ്റാത്തത്ര രീതിയിലുള്ള ചെറിയ സാധനമാണ് അത് കരളിനകത്ത് നിന്നുണ്ടാകുന്നത്. അത് ബ്ലഡിലോട്ട് സ്പ്രെഡാവും. ബ്ലഡ് സ്പ്രെഡായി കഴിഞ്ഞിട്ട് ഇത് ഓടാൻ തുടങ്ങും എല്ലായിടത്തോട്ട്. കാര്യം അതിന് സർവൈവ് ചെയ്യണം, അതിന് എസ്കേപ്പ് ചെയ്യണം. ഈ ബ്ലഡിൽ നിന്ന് അത് വെളിച്ചാടണം. അതിനുവേണ്ടി പലയിടത്തും ബോഡിയുടെ പല സ്ഥലങ്ങളിലും ഓടി നടക്കും. ഇത്രയധികം ചെറിയ സംഭവങ്ങൾ കിഡ്നിക്ക് ഒത്തിരി ഉണ്ടാകും. കൂടിക്കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാകും, കുറച്ചായിട്ട് പ്രശ്നമാണെങ്കിൽ കുറച്ചുണ്ടാകും. കൂടിക്കഴിഞ്ഞാൽ ബോഡിയുടെ എല്ലാ ബ്ലഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും. എല്ലായിടത്തും ചൊറിയുക, അവിടെ ഇരുന്ന് ചൊറിയുക, അത് വെളിച്ചാടാൻ വേണ്ടി. അപ്പോഴാണ് നമുക്ക് ചൊറിച്ചിലിനുള്ള ഫീലിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചൊറിയും. അത് ചൊറിയുമ്പോൾ അവിടെ ഇങ്ങനെ അത് അകത്തിരുന്ന് പരിപാടി ചെയ്യുന്ന സമയത്ത് ബൾജായിട്ട് പൊങ്ങി വരും, ചെറിയൊരു ബലൂൺ ചെറിയതായിട്ട് പൊങ്ങി വരും. അപ്പം നമുക്ക് ചൊറിച്ചിലുണ്ടാകും. നമ്മൾ ചൊറിയുമ്പോൾ അത് പൊട്ടും, അതൊരു വെളിച്ചാടും, നമുക്ക് കാണാൻ പറ്റില്ല, അത്രത്തോളം ചെറുതാണ്. മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് അതൊക്കെ വെച്ച് നോക്കിയാലേ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ കിഡ്നിയുടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ഈ ചെറിയ
അണുവാണ്, ചെറിയ അണുവാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കിഡ്നിക്ക് അത് അടിഞ്ഞു കൂടുന്ന വേസ്റ്റ് വെളിയിൽ പോകാത്ത, ഡിസ്ചാർജ് ചെയ്യാത്ത, അല്ലെങ്കിൽ ലീക്ക് നടക്കാത്തത് കൊണ്ടാണ് ഈ സംഭവം. ഇപ്പോൾ സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൂടുതലും കഴിക്കുന്ന പഴുത്ത പഴങ്ങൾക്ക് സ്റ്റിക്നെസ് പോയിട്ടാണ് അത് പഴമായി മാറുന്നത്. അത് രൂപാന്തരം, സ്റ്റിക്നെസ് പോയി കഴിഞ്ഞിട്ടാണ് പഴമൊക്കെ ആയിട്ട് മാറുന്നത്. പച്ച പഴമൊന്നും നമ്മൾ കഴിക്കാറില്ലല്ലോ, ചിലർ കഴിക്കുന്ന അറിയത്തില്ല. പച്ച ചക്ക ചുളയ്ക്കകത്തും ഈ ചക്കയുടെ ചുളയ്ക്കകത്തുണ്ട് ചക്ക, അതിനകത്ത് കറയൊക്കെ ഉണ്ട്. അങ്ങനെ ചില ഫ്രൂട്ട്സിനകത്ത് കറയുണ്ട്, അത് പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ ആ കറ കുറച്ച് മാറിക്കിട്ടും. പക്ഷേ സ്റ്റിക്കി ഐറ്റംസ് കഴിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. കാര്യം ഇത് കിഡ്നിയുടെ ഹോൾസിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ ലീക്കേജ് ഉണ്ടാവില്ല, നമ്മുടെ ഫുഡ് വേസ്റ്റേജ് വെളിയിൽ പോവില്ല. കംപ്ലീറ്റ് ആയിട്ട് അത് ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്ന മൂത്രത്തിൽ ഒരു പാർട്ടിക്കിൾസും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത്തിരി കളർ വ്യത്യാസം മാത്രം ഉണ്ടാകും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബ്രാൻഡിയോ വിസ്കിയോ ഒക്കെ പോലിരിക്കും. ഞാനത് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിന് പറ്റിയൊരു സംഭവം, ഇതിനെ നമ്മൾ ഈ സ്റ്റിക്നെസ്സിനെ മാറ്റിയെടുക്കണമെങ്കിൽ, ഈ സ്റ്റിക്നെസ്സിനെ ഡൈലൂട്ടാക്കി എടുക്കണം. മാറ്റിയെടുക്കണമെങ്കിൽ അതിന് ഫ്രൂട്ട്സിന് ആസിഡുണ്ട്. ഫ്രൂട്ട്സിന് ഈ ഓറഞ്ച് ആപ്പിളിനൊക്കെ ഉള്ള എന്താ പറഞ്ഞാൽ അതിനകത്തൊരു ആസിഡുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ലിക്വിഡിന് ഈ സ്റ്റിക്നെസ് മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട് ഫ്രൂട്ട്സിന്. പഴുത്തത് മാത്രമേ കഴിക്കാവൂ, അല്ല പച്ച കഴിച്ച് കൂടുതലും ദോഷമാകും. പച്ചയ്ക്ക് കറ കൂടുതലാണ്, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഈ പഴുത്തതിൻ്റെ ഒക്കെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള ഓറഞ്ച്, ആപ്പിള്, മറ്റുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്ന കൂടുതൽ സ്റ്റിക്നെസ് ഇല്ലാത്ത ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെറിയുള്ള ആസിഡ് കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കിഡ്നി പ്രോബ്ലത്തിന് എക്സസൈസ് വേണം, ആഹാരം കൺട്രോൾ ചെയ്യണം. ഷുഗർ കൂടിക്കഴിയുമ്പോൾ പിന്നെ അത് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഈ 3 നേരം കഴിച്ചിട്ട് ആഹാരം ചിലപ്പോൾ 1 നേരം കഴിക്കേണ്ടി വരും. ഒറ്റ നേരം കഴിച്ചിട്ട് ബാക്കിയുള്ള എക്സസൈസ് ചെയ്തിട്ട് 1 നേരം എന്തെങ്കിലും ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ആഹാരം നമുക്ക് ഷുഗർ ഇല്ലാത്ത കുറച്ച് ആഹാരം കഴിച്ച് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. 3 നേരം നമ്മൾ നേരത്തെ കഴിച്ച പോലെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിച്ചാൽ മാത്രമേ വീണ്ടും അത് ഡൈല്യൂട്ടായിട്ട് പിന്നെ ആ അകത്തുള്ള വേസ്റ്റേജ് വെളിയിൽ പോകണം. ആ രീതിയിൽ ആവി തീർന്നാൽ മാത്രമേ വീണ്ടും നോർമലാവും. ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. ഈ അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ട് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പാർട്ടിക്കിൾസ്, അതാണ് കൊളസ്ട്രോളായിട്ട് മാറുന്നത്. ആ പാർട്ടിക്കിൾസിലുള്ള അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകും. അതാണ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. ആദ്യം ഷുഗർ കഴിക്കുമ്പോൾ കുറച്ച് വണ്ണം വെച്ചൊക്കെ വരും ചിലർ. അത് കഴിയുമ്പോൾ അതേ കണക്ക് തന്നെ പെട്ടെന്ന് വണ്ണം പോവുകയും ചെയ്യും. അതാണ് ഈ ഷുഗറിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇത് എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം അവരവരുടെ ബോഡി നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ രീതിയല്ലല്ലോ വേറൊരാളുടെ രീതി. അപ്പം ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ശരിയാണോ തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ തന്നെത്താനെ അത് മൂത്രം എടുത്ത് വെക്കണം ഒരാഴ്ചത്തെ ഓരോരോ ബോട്ടിലിൽ. എന്നിട്ട് ചെക്ക് ചെയ്യണം അതിൽ വേസ്റ്റേജ് ഉണ്ടോ. അതിൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടും. അത് മൂത്രത്തിൽ ഒരു 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ ഇത്ര ഒരു പേഴ്സൻ്റേജ് ലെവലുണ്ട്, അത്രയും നിങ്ങൾക്ക് മിനിമം ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, അത്രയും വേണം. അതാണ് ഈ കൊളസ്ട്രോളായിട്ട് മാറുന്നത്. അപ്പോൾ അത്രയും ലീക്കേജ് അവിടെ ഉണ്ടാവണമെന്നാണ്. ഒട്ടും ഇല്ലെങ്കിലാണ് നിങ്ങൾ കിഡ്നി ബ്ലോക്ക്ഡ് ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒട്ടും കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ് ഇല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി ബ്ലോക്ക്ഡ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരാഴ്ചത്തെ മൂത്രം ഓരോരോ ബോട്ടിലായിട്ട് എടുത്ത് വയ്ക്കണം. ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 3 സെപ്പറേറ്റ് ബോട്ടിൽ തന്നെ, ഒരു ബോട്ടിൽ തന്നെ ചെയ്യരുത്. സെപ്പറേറ്റ് ബോട്ടിലെടുത്ത് ഒഴിച്ച് വെച്ച് സൂക്ഷിച്ച് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഡോക്ടേഴ്സിനെ പോയി കാണണം. ഇങ്ങനെയാണ് സംഭവം. മൂത്രത്തിലൊന്നും കാണുന്നില്ല, കിഡ്നി ബ്ലോക്ക് ആയെന്ന് സംശയമുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മതി. അതാര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഡോക്ടർ ചോദിക്കും. എൻ്റെ പേര് പറയുമോ നിങ്ങൾ? റെജി മാത്യു പൊൻത്രേൽ,
റെജി IPS എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ വിചാരിക്കും പോലീസാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മറ്റുള്ളവരുമായിട്ട്. വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരുടെ ആഹാര രീതി ഡിഫറെൻ്റാണ്. രാവിലെ ഞാൻ ചിലപ്പോൾ കഴിക്കത്തില്ല, വൈകിട്ട് ചിലപ്പോൾ കഴിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആഹാര രീതി ഞാൻ ഒറ്റയ്ക്കായത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു ലെവൽ വേറെ രീതിയിലാണ്. ഞാൻ കഴിക്കുന്ന രീതിയും അതൊന്നും ആരും ഫോളോ ചെയ്യരുത്. ഇപ്പോൾ ഓരോ വ്യക്തികളും കഴിക്കുന്ന രാവിലെ ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാറില്ല, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ വൈകിട്ടായിരിക്കും കഴിക്കുന്നത്, ഉച്ചയ്ക്കും രാവിലെ ചിലപ്പോൾ കഴിക്കാതിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആരും ഫോളോ ചെയ്യരുത്. ഓരോരുത്തരുടെ രീതി ഓരോരോ. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഹാരം കൂടുതൽ സാധാരണ രീതി കഴിക്കുന്ന പോലെ കഴിക്കരുത്. കഴിവതും രാവിലെ അല്പം ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ എന്നിട്ട് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ബോഡി ഹീറ്റാവും, ചൂടാവുകയും ചെയ്യും. ഈ ലിക്വിഡിന് അതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുകയും ചെയ്യും. അപ്പോൾ രാവിലെയൊക്കെ ഒരു 1-2 മണിക്കൂർ എക്സസൈസ് ചെയ്തിട്ട്, എക്സസൈസ് ചെയ്താൽ വീടിനകത്ത് AC-ക്കകത്തിരുന്ന് ചെയ്യാനല്ല പറഞ്ഞത്, വെയിലത്ത് ചെയ്യണം ഉച്ചയ്ക്ക് 12 മണിക്ക്. അതുകൊണ്ട് ഇത്തിരി വിത്തൗട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാടി താഴെ പോകും, തളർന്ന് താഴെ വീഴുന്ന പരിപാടിയും ചെയ്യരുത്. ആഹാരം കഴിക്കണം. ഫ്രൂട്ട്സ് കഴിച്ചാൽ അതിൽ നിന്ന് കുറച്ച് എനർജി ഉണ്ടാവും. അപ്പോൾ അത് കഴിച്ചിട്ട് കുറച്ച് ചൂടത്ത് വെയിലത്ത് നിന്ന് എക്സസൈസ്, വെയിലടിക്കണം, ഹീറ്റാവണം ബോഡി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്ത് വേണം. വീട്ടിനകത്തിരുന്ന് ഡംബിൾസ് എടുത്തടിച്ചിട്ട് വലിയ കാര്യമില്ല, മസിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ വേർക്കണം, അകത്ത് ചൂടാവുകയും ചെയ്യുന്നുള്ളൂ. അല്ലല്ലോ വേർക്കുന്നതിൻ്റെ സ്റ്റേജ് വരെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, ലിവർ, ആ പോഷങ്ങളൊക്കെ അതിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ നമ്മൾ ഹീറ്റാവണം. ഇപ്പോൾ കൈക്കടിച്ച് നമ്മൾ എക്സസൈസ് ചെയ്ത് ഡംബിൾസ് അടിച്ച് കൈ ഹീറ്റായി, അവിടെയാണോ കിഡ്നി ഇരിക്കുന്നത്. കിഡ്നി ഇരിക്കുന്നത് നമ്മുടെ വയറ് ഈ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ചൂടാവണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന ചെസ്റ്റ് പുഷപ്സ് ഒക്കെ എടുക്കാം. ചെസ്റ്റ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്, ചെസ്റ്റ് പുഷപ്സ് എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വെയിലത്ത് നിന്ന് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആകും, പെട്ടെന്ന് ചൂടാവും. വെയിലിൻ്റെ ചൂട് നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ ചൂടും കൂടെ ആകുമ്പോൾ ദാറ്റ്സ് മേക്സ് അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വെയിലത്ത് നിന്ന് ചെയ്യുന്നതാണ്. രാവിലത്തെ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടാവും, രാവിലെ ഉച്ചയ്ക്ക് വെയിലുണ്ടാവും, ആ സമയത്ത് ചെയ്യുന്നതാണ്. വൈകിട്ട് ചെയ്യുന്നത് 4-5 മണിക്ക് ശേഷം ചെയ്തിട്ട് കാര്യമില്ലെന്നല്ല, അത് രോഗമുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് പ്രയോജനം കുറവാണ്. രാവിലെ മോർണിംഗ് എക്സസൈസ്, വെയിലൊക്കെ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്ത് ചെയ്യണം. ഡോക്ടേഴ്സ് ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പഠിച്ചതിനെപ്പറ്റി നിങ്ങൾ തന്നെ ചിന്തിച്ച് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും തെറ്റ് പറ്റാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സംഭവം കണ്ടെത്തി അതിനെപ്പറ്റി മുമ്പോട്ട് പോവുക. ശരിയാണോ ഞാൻ പറഞ്ഞത്? ചിന്തിച്ചത്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഫ്രൂട്ട്സ്. ഏതൊക്കെ ഫ്രൂട്ട്സ്? കോക്കനട്ടൊക്കെ നല്ല ഫ്രൂട്ട്സാണ്. കോക്കനട്ട് വെള്ളമാണ് ഉദ്ദേശിച്ചത്. നല്ല പ്യൂറായിട്ട് ഉള്ള കോക്കനട്ട് ഉണ്ട്, നല്ല മധുരമുള്ള, നല്ല പ്യൂറായിട്ട് അകത്ത് ഭൂമി അടിന്ന് വലിച്ചെടുക്കുന്നത്. പക്ഷേ ഈ നല്ല വളമിടാത്ത തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ ഒത്തിരി അനാവശ്യ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ടേസ്റ്റ് കുറയും. പക്ഷേ നല്ല രീതിയിൽ കോക്കനട്ട് വളർത്തി അതിനെ കോക്കനട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കും, നല്ല പ്യുവർ. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന ഷുഗറൊന്നും ഇടാത്ത നല്ല വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റിക്കിനെസ് നിങ്ങൾ അത് പിടിച്ചു വെച്ചിട്ട് കോക്കനട്ട് വെള്ളം എടുത്ത് 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് കള്ളായിട്ട് മാറും. കുറച്ച് പഞ്ചസാര ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പണ്ട് കള്ളുണ്ടാക്കുന്ന പരിപാടിയില്ലേ, അരിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കള്ള് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞൊക്കെ ഇതൊക്കെ ആഡ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകൂ. പക്ഷേ ഈ കോക്കനട്ട് വെള്ളം മാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സ്റ്റിക്നെസ് ഉണ്ടാകത്തില്ല.
പിന്നെ വലിയ സ്റ്റിക്നെസ് അതിനകത്ത് ഉണ്ടാകത്തില്ല. സ്റ്റിക്നെസ് പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പഴങ്കഞ്ഞി നല്ലതാണെന്ന് പറഞ്ഞ് കുടിക്കും. പഴങ്കഞ്ഞി 2-3 ദിവസം കഴിഞ്ഞുള്ള ഹാർഡായിട്ടുള്ള പഴങ്കഞ്ഞി ഈ പയറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ കൊഴുപ്പിൻ്റെ അംശം, അതിൻ്റെ കട്ടിയുണ്ടല്ലോ, അത് രണ്ടും രാവിലെ ആയി പിന്നെ നല്ലവിടെ പയറിൻ്റെ കഞ്ഞി ഇട്ട് വയ്ക്കണം. ചോറിന് പയറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് രാവിലെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സെറ്റായിട്ടിരിക്കും കൊഴുപ്പ്. ഇങ്ങനെ സിമെൻ്റ് ഇട്ട് നമ്മൾ പൂശി വയ്ക്കുന്നില്ല, അതേ കണക്ക് ഇങ്ങനെ സെറ്റായിട്ട് മുകളിൽ പാട ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ ആ ടൈപ്പുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അതും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള ചോറ് ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. കഞ്ഞി കൂടുതൽ അതിൻ്റെ ഒരു എക്സ്പയറി കഴിഞ്ഞാൽ അത് കഴിക്കാതിരിക്കുക. ഞാനിതൊക്കെ തന്നെ കഴിച്ച് അനുഭവം ഗുരു എന്ന് പറഞ്ഞ് കേട്ടില്ലേ, അതുപോലെയാണ് സാർ. ആ രീതിയിലുള്ള സംഭവം കഴിക്കാതിരിക്കുക. ഡ്രൈ ആണ് നല്ലത്, ഡ്രൈ. അപ്പോൾ ഇങ്ങനെയുള്ളവർ കൂടുതൽ ആഹാരം കഴിക്കാതിരിക്കുക. ഈ പ്രോബ്ലം ഉള്ളവർ കൂടുതൽ ആഹാരം കഴിക്കരുത്. അത് കിഡ്നിക്ക് താങ്ങാൻ പറ്റില്ല, കാര്യം കംപ്ലീറ്റ് ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആഹാരം കഴിച്ചാൽ പിന്നെ അതിന് നമ്മുടെ ഈ ചെറിയ മോപ്പഡിൻ്റെ എൻജിൻ എടുത്ത് ലോറിക്കകത്ത് വെച്ച് ഓടിക്കാൻ നോക്കിയാൽ നടക്കുമോ? ലോറിയുടെ എൻജിൻ എടുത്ത് മാറ്റിയിട്ട് മോപ്പഡിൻ്റെ എൻജിൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലോറി അനങ്ങുമോ? അതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെപ്പറ്റി, നിങ്ങളുടെ ബോഡിയെപ്പറ്റി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, നിങ്ങളുടെ പ്രോബ്ലംസ്. എന്നിട്ട് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം, അത് മസ്റ്റാണ്. ഡോക്ടേഴ്സിനെ പോയി കണ്ട് നിങ്ങളുടെ പ്രോബ്ലംസ് പറയണം, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ റെജി IPS ഉണ്ട്, റെജി മാത്യു പൊന്തറലുണ്ട്. വേറെ ചാനലുണ്ട് regimatthew.pondaral, അല്ലെങ്കിൽ സോങ്സ് ഓൺ ബൈ റെജി മാത്യു പൊന്തറൽ. 1700 കൂടുതൽ വീഡിയോസ് ഉണ്ട്, 1300 കൂടുതൽ പാട്ടുകളുണ്ട്. എല്ലാം ഞാൻ തന്നെ എഴുതി, BGM എല്ലാം ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കമ്പോസ് ചെയ്ത് പാടിയതെല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ പ്ലേലിസ്റ്റിലുണ്ട്. കുറച്ച് കൊള്ളാം, കുറച്ച് ബാഡ്. Some is good, some is bad. See the playlist for the songs. English, Hindi, Malayalam available. General videos ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്, സയൻറ്റിഫിക് ഇൻവെൻഷൻ വീഡിയോസ് ഉണ്ട്. എൻ്റെ എല്ലാം തോട്ട്സ്, സയൻറ്റിഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തോട്ട്സ് ഉണ്ട് അതിനകത്ത്. റിസർച്ച്. ഇപ്പോൾ 17 മിനിറ്റ് ആയത് കഴിഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് ഇത് കണ്ടിട്ട് ഡോക്ടേഴ്സ് ഇത് കണ്ടിട്ട് എന്ത് പറയും എന്നോട് എന്നുള്ളതല്ലേ. എനിക്കറിയാം, കമൻറ്റ് ചിലപ്പം കമൻറ്റ് ചിലപ്പോൾ ഇടുമായിരിക്കും. ചിലപ്പോൾ ഇതൊരെൻ്റെ അനുഭവമല്ലേ, നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ആയാലും എന്തായാലും കഴിക്കേണ്ടതല്ല, നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഡോക്ടേഴ്സും കൂടെ അഡ്വൈസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡൈജഷനും എന്തൊക്കെയായാലും കിഡ്നിക്ക് പറ്റുന്ന ഫ്രൂട്ട്സ്. ചെറിയൊരു ആസിഡ് അത് ഉണ്ടാക്കിയാൽ മാത്രമേ അത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഈ കിഡ്നിയിൽ അടിഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ ഡൈല്യൂട്ട് ചെയ്ത് മാറ്റണം. അതിനിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്താലേ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം സംഭവങ്ങളൊക്കെ ചെയ്യാൻ. അല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അത് പഴവ് കഴിക്കുമ്പോൾ ചിലർക്ക് ഇത് ഗ്യാസ്ട്രോളജി എന്നുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ചില സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് ഉണ്ടാകും. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, ഗ്യാസ്ട്രോളജി പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം കറക്റ്റല്ല, എല്ലാവരുടെയും ഒരേ രീതിയിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഓരോരുത്തരുടെയും ഇഷ്ടവും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഏതിൽ നിന്നാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർ തന്നെ ചോദിച്ചറിയേണ്ടത് അത് ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ പറഞ്ഞു തരും, നല്ലത് കഴിക്കാൻ. ഫ്രൂട്ട്സ് പിന്നെ പച്ച കറയുള്ളതൊന്നും കഴിക്കരുത്, വീണ്ടും പറയുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും പുതിയ ഇതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe and share it.